താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിന് തലയ്ക്ക് വെട്ടേറ്റതിൻ്റെ ഉത്തരവാദിത്വം കേരള ആരോഗ്യവകുപ്പിനുണ്ട്. വളരെ ആലോചിച്ച് പറയുന്നൊരു വിഷയമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം 95% മരണസാധ്യതയുള്ള രോഗമാണ്. പല സാഹചര്യങ്ങളും 100% പേര് മരിച്ചു പോകും. കേരളത്തിൽ മരണത്തിൻ്റെ ശതമാനം കുറവാണ്. അതിൻ്റെ കാരണം പോലും നമ്മൾ അന്വേഷിച്ചിട്ടില്ല. നല്ല കാര്യമാണ്. അത് നല്ല ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രികളും ഉള്ളതുകൊണ്ട് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് കുറഞ്ഞു നിൽക്കുന്നു, അതിൻ്റെ സാധ്യത എന്താണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വളരെ നന്നായി കൈകാര്യം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞുള്ള അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. വളരെ കൂടുതൽ മരണസാധ്യതയുള്ള രോഗം അതാണ് ജനങ്ങളോട് പറയേണ്ടത്. ആ അസുഖം വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ജനങ്ങളോട് പറയേണ്ടത്. കേരളത്തിലാണെങ്കിൽ അസുഖം വന്നാൽ പ്രശ്നമില്ലാന്നൊരു ധാരണ പരത്തി കഴിഞ്ഞുകൊണ്ടാണ് അമീബിക് മസ്തിഷ്ക ജ്വരം വന്ന് മരിക്കുന്ന ആളുടെ ബന്ധുക്കൾ വയലൻ്റ് ആകുന്നത്. സർക്കാരാണ് ഇതിന് ഉത്തരവാദി. ഈ അസുഖം വന്നാൽ മരിക്കുമെന്ന് പറയുന്നതിന് പകരം കേരളത്തിൽ എല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എനിക്ക് വേണ്ടപ്പെട്ട ആൾ മരിച്ചൊരു ഉത്തരവാദി ഡോക്ടറാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ജനങ്ങളെയും ആരോഗ്യ സംവിധാനങ്ങളെയും തമ്മിൽ തെറ്റിപ്പിക്കുന്നതിന് അവരുടെ തമ്മിലുള്ള സംഘർഷത്തിന് കാരണം ആരോഗ്യവകുപ്പിൻ്റെ അനാവശ്യമായ പ്രചരണങ്ങളാണ്, സത്യവിരുദ്ധമായ പ്രചരണങ്ങളാണ്. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയാണ് കേരളത്തോട് മാപ്പ് പറയേണ്ടത്.